ആഹാ, തീർന്നില്ലേ ഒരുക്കം? ദേ, ഡോക്ടർ ടൈം തന്നിരിക്കുന്ന 11 മണിക്ക് അറിയാലോ. ടൈം തെറ്റിച്ചാ പിന്നെ അവിടെ കാത്തു കെട്ടി കിടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഈ പറയുന്ന കേട്ടാത്തൊന്നും എന്റെ കുഴപ്പം കൊണ്ടാന്ന്. വാവേ, കുഞ്ഞു വാവേ, അച്ഛന്റെ പൊന്നു വാവേ. ഇവന്റെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഉറക്കായിരിക്കുമല്ലേ? ഓഹോ, അപ്പൊ ഉറപ്പിച്ചോ ഇവനായിരിക്കുമെന്ന്? അതിന് നിനക്കെന്താ എത്ര സംശയം? ഞാൻ ഈ കണ്ട വഴിപാടൊക്കെ നടത്തിയ പിന്നെ എന്തിനാ? വഴിപാട് നടത്തിയെന്ന് കരുതി ഈശ്വരൻ തരുന്നത് എന്താണോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് നിന്റെ തീരുമാനം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കുറപ്പാ. അധികം നിന്ന് പ്രസംഗിക്കാതെ വന്ന് വണ്ടി കയറി. ചോദിക്കാനുള്ളതൊക്കെ കൃത്യമായി ചോദിച്ചോണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീട്ടിൽ വന്നതിന് ശേഷം അത് മറന്നുപോയി ഇത് മറന്നുപോയി എന്നൊന്നും പറഞ്ഞേക്കരുത്. ഭർത്താക്കന്മാർക്കും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഞാൻ ഗർഭം ധരിക്കട്ടെ, അപ്പൊ ചോദിക്കാം. കൂടുതൽ വിളച്ചിൽ പറയണ്ട. അകത്തൊരാൾ ഇതെല്ലാം കേട്ടോണ്ട് കിടക്കുക. കേക്കട്ടെ, എല്ലാത്തിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ അവനും ഉണ്ടാവട്ടെ. ഒരു ടോണിക് കൂടി എഴുതി തരാം. അല്പം വിളർച്ച കാണുന്നുണ്ട്. മറ്റു മരുന്നുകളെല്ലാം പഴയതുപോലെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി ഡോക്ടർ. ആഹാരത്തോടൊപ്പം ഫ്രൂട്ട്സും കൂടി ഉൾപ്പെടുത്തണം. നിർബന്ധമായും വിശ്രമം എടുത്തേ മതിയാകൂ. കുഞ്ഞിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെയും കടമയാ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നീ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ശ്രീഹരി ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ പെണ്ണിനെ അവൻ കൈവിടില്ല. ഇടുക്കിയിൽ ശാന്തംപാറയിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി. ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാണ്ട് 10ൽ കുറയാത്ത ആൾക്കാർ കുട്ടിയെ പീഡിപ്പിച്ചതായാണ് വിവരം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹി പീഡന കേസിലെ എല്ലാ പ്രതികളെയും തൂക്കിലേറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. മറ്റ് നിരവധി സംഘടനകളും ഇവർക്ക് അനുകൂലമായ നിലപാടുമായി രംഗത്ത് വരാൻ സാധ്യതയുള്ളതായി അറിയുന്നു. സൗമ്യ എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ചിന്നസ്വാമിയെ തൂക്കിലേറ്റാൻ കാലതാമസം നേടുന്നതിൽ വൻ പ്രതിഷേധം. സൗമ്യ മരിച്ചു 2 വർഷമായിട്ടും ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൽ സൗമ്യയുടെ മാതാപിതാക്കളും പ്രതിഷേധമറിയിച്ചു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പ്രതി സൗമ്യയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു. മാരകമായി മുറിവേറ്റ സൗമ്യയെ കരിങ്കല്ലുകൊണ്ട് ക്ഷതമേൽപ്പിച്ച് ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. ഏത് ചാനൽ എടുത്താലും ഇത് തന്നെ ഉള്ളൂ. പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത ലോകം. ഇരുന്നോടെ ഇതിന്റെ മുന്നില്. ഇവിടെ വേറെ ഒരു പണിയില്ലല്ലോ. നിക്കണേ അവിടെ. കഷ്ടപ്പെടാൻ അമ്മ ഇവിടെ ഉള്ളപ്പോ സുഖിച്ചിരിക്കാമല്ലോ. ഇല്ലാത്ത കാശുണ്ടാക്കി 4 അക്ഷരം പഠിപ്പിച്ചു എന്ന് കരുതി വീട്ടു ജോലി ചെയ്യരുതെന്ന് ആരും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. വല്ലതും ഉണ്ടാക്കി വെച്ചാ കോരി തിന്നാൻ എന്തൊരു മിടുക്ക. നാളെ ഒരു അന്യ വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാ നീ. അവിടെ ചെന്ന് നീ തൊഴിൽ കാണിച്ചാലേ ചൂലെടുത്ത് അടിച്ച് പുറത്തു കളയും അവര്. അത് മറക്കണ്ട. കൃഷ്ണേ, അല്ല എന്താ നിന്റെ ഇനിയുള്ള പ്ലാൻ? MSc ചേരണം. ഇത്രയും കാലം മുടിപ്പിച്ചത് പോരെ? പഠിപ്പും വേഷവും തീറ്റയൊക്കെ ആയിട്ട് ചില്ലറയല്ല നീ തീർത്തു വന്നത്. എന്നാ തീർന്നോ? അതുമില്ല.
ഇനിയും കിടക്കുന്നില്ലേ ചെലവുകള്? വല്ലവന്റെ കൂടെ പറഞ്ഞു വിടണമെങ്കിൽ അതിനുണ്ടാക്കണ്ടേ പണം? വല്ലവന് സൂചിച്ച് ജീവിക്കാനുള്ളതും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണം. ആണൊരുത്തനായിരുന്നെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം എനിക്കുണ്ടായേനെ. പെണ്ണിനെ പെറ്റു വളർത്തിയ പണം കൊണ്ടും ജീവിതം കൊണ്ടും കഷ്ടപ്പാട് തന്നെ മെച്ചം. ഉണ്ടായി പോയില്ലേ, കൊന്നുകളയാൻ പറ്റുമോ? ഉള്ളതൊക്കെ വിറ്റുപിറക്കി കെട്ടിച്ചയച്ചാൽ തന്നെ മനസ്സമാധാനം ഉണ്ടോ? പീഡനവും തല്ലി കൊന്ന് കെട്ടിത്തൂക്കലും ഒക്കെ അല്ലേ ലോകത്ത് നടക്കുന്നത്. പെണ്ണായി ജനിക്കാതിരുന്ന അത്രയും ഭാഗ്യം. അവളുടെ ഒരു വേഷം കണ്ടില്ലേ? ഇതിനെയൊക്കെ കണ്ടാൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ എല്ലാം അഴിച്ചു നോക്കണം. ചുമ്മാതല്ല ഓരോരുത്തർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നടക്കുന്നത്. മര്യാദയ്ക്ക് ഡ്രസ്സെങ്കിലും ചെയ്ത് നടന്നൂടെ ശവങ്ങൾക്ക്? അല്ല, നീ ഇന്ദുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തില്ലേ? ഇല്ല. അതെന്താ? ആണാണോ പെണ്ണാണോ എന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അതോ ഏതായാലും മതിയെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? അതല്ലമ്മേ, നമ്മൾ സ്കാൻ ചെയ്ത് ലിംഗം നിർണയിക്കുന്നത് നിയമപരമായിട്ട് തെറ്റല്ലേ? വേറെ ആർക്കും നിയമമൊന്നും അറിയില്ലല്ലോ. അതൊന്നും അല്ല, എന്തു ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അന്ന് ഇറങ്ങിക്കോണം രണ്ടുപേരും ഇവിടുന്ന്. അതിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വല്ലവന്റെയും കൂടെ സ്ത്രീധനവും കൊടുത്ത് പറഞ്ഞയക്കാനേ ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്താ നിങ്ങൾക്ക് കൊള്ളാം. പെണ്ണായാൽ എന്താ അമ്മേ കുഴപ്പം? അമ്മ ജനിച്ചതും ഒരു പെണ്ണായിട്ടല്ലേ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. കുഴപ്പം എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ? എന്നും പത്രത്തിൽ വായിച്ചറിയുന്നതല്ലേ ഓരോരോ കുഴപ്പങ്ങള്. അതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് പെണ്ണാണെങ്കി വേണ്ടാന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല. അതാണായാലും പെണ്ണായാലും. ദേ, എന്നോട് തറുതല പറഞ്ഞാലുണ്ടല്ലോ, വന്നു കയറിയ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒരെണ്ണം വെച്ചു തരും ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കാമെങ്കിൽ മതി രണ്ടാളും ഇവിടെ. അല്ലാതെ അമ്മയുടെ അച്ഛന്റെയും പേരിൽ കിടക്കുന്ന വസ്തുവകകൾ കണ്ടോണ്ടൊന്നും ഇവിടെ പെറ്റുവരികാമെന്ന് ആരും വിചാരിക്കണ്ട. അതിലൊരു തരി മണ്ണ് ഞാൻ തരത്തില്ല. ഉള്ളത് വിറ്റുപറക്കി പൊട്ടടിക്കും ഞാൻ, എന്നാലും തരത്തില്ല. അതുകൊണ്ട് നാളെ തന്നെ പോയി സ്കാൻ ചെയ്ത് പെണ്ണാണെങ്കിൽ അവിടെ തന്നെ കളഞ്ഞിട്ട് പോന്നേക്കണം രണ്ടാളും. അല്ലെങ്കിലേ അതുവഴി എവിടാന്ന് വെച്ചാ പൊക്കോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ അമ്മേ, അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ രാജീവേട്ട? ഞാൻ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കില്ല. വേണ്ട, ആര് പറഞ്ഞു നശിപ്പിക്കണമെന്ന്? പക്ഷേ അമ്മയെന്നു പറഞ്ഞ അത് പറഞ്ഞതാ. ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണോന്ന് പറഞ്ഞ രാജീവേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? ഒരാവേശത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി വീട്ടിലുള്ളവരെ നമ്മൾ അനുസരിക്കണ്ടേ? ഇക്കണ്ട സ്വത്തുക്കളൊക്കെ അമ്മയുടെ പേരിലാണ്. അതെങ്ങാനും വാശിയുടെ പേരിൽ എനിക്ക് തന്നില്ലെങ്കിൽ വെറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? എനിക്ക് കിട്ടുന്ന ശമ്പളം ചെലവിന് പോലും തികയുന്നില്ല. വേണ്ടതുപോലെ ചിന്തിച്ച നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം. അപ്പോ ഈ കുഞ്ഞു പെണ്ണായാൽ അത് വേണ്ടെന്നാണോ രാജീവേട്ടന്റെ അഭിപ്രായം? അതിനെ മുദ്രപത്രത്തിൽ എഴുതി തരണം. പെണ്ണാണെങ്കിൽ ഇത് നമ്മൾ നശിപ്പിക്കുന്നു, അത്രമാത്രം. വാവേ, കുഞ്ഞു വാവേ, അച്ഛന്റെ പൊന്നു വാവേ.
രണ്ടുപേർക്ക് സന്തോഷിക്കാം. നല്ല ആരോഗ്യമുള്ള കുഞ്ഞ, പെൺകുഞ്ഞ്. എന്റെ രാജീവിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. അത് ഡോക്ടർ വീട്ടിലാർക്കും പെൺകുട്ടിയോട് താല്പര്യമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അല്ല, കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനാ ഞങ്ങളുടെ പ്ലാൻ. നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അബോർട്ട് ചെയ്യാനോ? അതെ ഡോക്ടർ. നോ, ഇംപോസിബിൾ. ഡോക്ടർ, ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ല, ലോകം മുഴുവനും കൂടിയെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നിങ്ങൾ എന്റെ ഫാമിലി സുഹൃത്തു കൂടി ആയതിന്റെ പേരിൽ മാത്രമാണ് ഈ കുഞ്ഞാണോ പെണ്ണോ എന്ന് നിങ്ങളോട് പറഞ്ഞത് തന്നെ. ഈ പറഞ്ഞത് തന്നെ ഒരു പണിഷബിൾ ക്രൈമാണ്. അത് നിങ്ങൾക്കറിയാമോ? പെൺകുഞ്ഞായുള്ള കുഴപ്പം എന്താ? എല്ലാവർക്കും പെൺകുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ തലമുറ എങ്ങനെ നിലനിൽക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരമ്മയില്ലാതെ എങ്ങനെ കുഞ്ഞുണ്ടാകും? പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന പ്രകൃതിയാണ്, എല്ലാത്തിന്റെയും സൃഷ്ടി. ആ സൃഷ്ടി നശിപ്പിക്കുകയല്ല വേണ്ടത്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം, ദൈവത്തെ പോലെ പൂജിക്കണം. എങ്കിലേ ഇവിടെ ജീവനുള്ള സൃഷ്ടിയുള്ളൂ, തലമുറകളുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങളെപ്പോലുള്ളവർ കാണിക്കണം. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ജനിച്ചെങ്കിൽ മാത്രമേ പ്രകൃതി നിലനിൽക്കൂ. അത് നിഷേധിക്കാൻ നമ്മൾ തുനിയരുത്. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി. ഡൽഹി പീഡന കേസിലെ എല്ലാ പ്രതികളെയും തൂക്കിലേറ്റി മാരകമായ മുറിവേറ്റ സൗമ്യയെ കരിങ്കല്ല് കൊണ്ട് ക്ഷതമേൽപ്പിച്ച് ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. പെണ്ണിനെ പെറ്റു വളർത്തിയ പണം കൊണ്ടും ജീവിതം കൊണ്ടും കഷ്ടപ്പാട് തന്നെ മെച്ചം. പെണ്ണായി ജനിക്കാതിരുന്ന അത്രയും ഭാഗ്യം. നാളെ തന്നെ പോയി സ്കാൻ ചെയ്ത് പെണ്ണാണെങ്കിൽ അവിടെ തന്നെ കളഞ്ഞിട്ട് പോന്നേക്കണം രണ്ടാളും. പെണ്ണാണെങ്കിൽ ഇത് നമ്മൾ നശിപ്പിക്കുന്നു. അച്ഛാ, അമ്മേ, നിങ്ങളുടെ മുഖം കാണണമെന്നും പ്രകാശം നിറഞ്ഞ ഈ ലോകത്തിന്റെ ഒരംശമായി ജീവിക്കണമെന്നും ഒരുപാട് സ്വപ്നം കണ്ടതാ ഞാൻ. ഇത്രയും ക്രൂരവും വികൃതവുമായ ഈ ലോകമാണ് എന്നെ എതിരേൽക്കാൻ കാത്തിരിക്കുന്നതെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പെണ്ണായി പോയി എന്നതിന്റെ പേരിൽ എന്നെ ഉൾക്കൊള്ളാൻ മടിക്കുന്ന എന്റെ അച്ഛൻ ഉൾപ്പെടുന്ന, എന്റെ മുത്തശ്ശി ഉൾപ്പെടുന്ന ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണ് എന്റെ അമ്മ ഉൾപ്പെടെ ആർക്കും ഒരു ഭാരമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ലോകത്തിലേക്ക് പിറവിയെടുക്കുന്നതിലും നല്ലത് ഒരു മരണം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നന്മയുടെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു പുതിയ ലോകം ജന്മമെടുക്കുമ്പോൾ നിങ്ങളുടെ 2 പേരുടെയും കുഞ്ഞുവാവിയായി ഞാൻ വീണ്ടും ജന്മമെടുക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ടാറ്റ. കണ്ടില്ലേ, ഈ കുഞ്ഞു വാവയുടെ അവസ്ഥ ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീകൾ നമ്മുടെ നാടിന്റെയും വീടിന്റെയും ഐശ്വര്യമാണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ പൗരനുമുണ്ട്.